ഇന്നലെയാണ് മലയാള സിനിമയെക്കുറിച്ച് വളരെ ഗൗരവമുള്ള വെളിപ്പെടുത്തലുമായി തെന്നിന്ത്യൻ താരം രാധിക ശരത്കുമാർ എത്തിയത്. കാരവാനിൽ ഒളിക്യാമറ വെച്ച് നടിമാരുടെ വസ്ത്രമാർന്ന ദൃശ്യങ്ങൾ പകർത്തിയെന്നാണ് രാധികയുടെ വെളിപ്പെടുത്തൽ. ഈ ദൃശ്യങ്ങൾ ലൊക്കേഷനിലിരുന്ന് പുരുഷന്മാർ കണ്ടതിന് താൻ സാക്ഷിയാണെന്നും നടി പറയുന്നു. ഒരു സ്വകാര്യ ചാനലിനോടായിരുന്നു രാധികയുടെ പ്രതികരണം. ലൊക്കേഷനിൽ കുറച്ച് പുരുഷന്മാരിരുന്ന് മൊബൈലിൽ വീഡിയോ ആസ്വദിച്ച് ചിരിക്കുന്നുണ്ടായിരുന്നു. ഒരാളെ വിളിച്ച് കാര്യം തിരക്കിയപ്പോഴാണ് കാരവാനിൽ ഒളിക്യാമറ വെച്ച് പകർത്തിയ നടിമാർ വസ്ത്രം മാറുന്ന വീഡിയോകളാണ് അവർ കണ്ടതെന്നറിഞ്ഞത്. ഈ ദൃശ്യങ്ങൾ മൊബൈലിൽ ഫോൾഡറുകളിലാക്കി അവർ സൂക്ഷിക്കുന്നുണ്ട്. നടിമാരുടെ പേരടിച്ചു കൊടുക്കുമ്പോൾ അത് കിട്ടും. ഭയം കാരണം പിന്നീട് ലൊക്കേഷനിലെ കാരവാൻ താൻ ഉപയോഗിച്ചിട്ടില്ലെന്നും നടി വെളിപ്പെടുത്തുന്നു. രാധിക അവിടെ ബഹളം വെച്ചെന്നും ഇനി ഇങ്ങനെ ഉണ്ടായാൽ ചെരിപ്പൂരി അടിക്കുമെന്നും പറഞ്ഞു. നടിമാരുടെ കഥകിൽ മുട്ടുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ഒരുപാട് പെൺകുട്ടികൾ എന്റെ മുറിയിൽ വന്ന് സഹായിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നും രാധിക പറയുന്നു. സംഭവം നടന്നത് ഏത് ചിത്രത്തിന്റെ ലൊക്കേഷനിലാണെന്ന് നടി വ്യക്തമാക്കിയില്ല. മറ്റ് സിനിമാ ഇൻഡസ്ട്രികളിലും ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നും നടി പറയുന്നു. മലയാളത്തിൽ പവി കെയർടേക്കർ, ഇട്ടിമാണി, രാമലീല, ഗാംബിനോസ് എന്നീ ചിത്രങ്ങളിലാണ് നടി അടുത്തിടെ അഭിനയിച്ചിരുന്നത്. ഇപ്പോഴിതാ ഒരു ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതിയിൽ നടന്മാരായ സുധീഷിനും ഇടവേള ബാബുവിനുമെതിരെ കേസെടുത്തിരിക്കുന്നു. ഇവർക്കെതിരെ 364A വകുപ്പ് പ്രകാരം നടക്കാവ് പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. യുവതിയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം മൊഴിയെടുക്കും. സുധീഷും ഇടവേള ബാബുവും ലൈംഗിക ചുവയോടെ സംസാരിച്ചുവെന്നാണ് യുവതിയുടെ പരാതി. അമ്മയിൽ അംഗത്വ ഫീസിന് പകരം അഡ്ജസ്റ്റ് ചെയ്യാൻ ഇടവേള ബാബു ആവശ്യപ്പെട്ടെന്ന് യുവതി ആരോപിച്ചു. 2 ലക്ഷത്തിന് പകരം അഡ്ജസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞത്. അഡ്ജസ്റ്റ് ചെയ്താൽ 2 ലക്ഷം വേണ്ട, അവസരവും കിട്ടും എന്ന് പറഞ്ഞു. അഡ്ജസ്റ്റ് ചെയ്താൽ സിനിമയിൽ ഉയരുമെന്നും ഉപദേശിച്ചെന്ന് യുവതി ആരോപിക്കുന്നു.